എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കുക ലാറ്റിൻ സ്ക്വയേഴ്സ് ഡിസൈനാണ്. അഗ്രികൾച്ചറൽ റിസർച്ചിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഡിസൈനാണ് ലാറ്റിൻ സ്ക്വയേഴ്സ് ഡിസൈൻ എന്ന് പറയുക. ഇവിടെ 3 വേരിയബിൾസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇവാലുവേഷനാണ് നമ്മൾ നടത്തുക. ഇപ്പോൾ നമ്മളുടെ ഉദാഹരണത്തിന് 5 ഡിഫറൻറ്റ് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ വീറ്റിൻ്റെ ഈൽഡ് എന്താണ്? അപ്പോൾ 5 ഡിഫറൻറ്റ് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ അവിടെ മറ്റ് പ്രധാനപ്പെട്ട 2 ഘടകങ്ങളൂടെ ഉണ്ട്. ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ എന്ന് പറയുന്ന ഒരു വേരിയബിൾ, അതുപോലെ തന്നെ വെറൈറ്റീസ് ഓഫ് സീഡ്സ് മറ്റൊരു വേരിയബിൾ. അപ്പോൾ ഡിഫറൻറ്റ് ഫെർട്ടിലൈസർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ, ഡിഫറൻറ്റ് ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ എന്ന് പറയുന്നത് മറ്റൊരു വേരിയബിൾ, വെറൈറ്റീസ് ഓഫ് സീഡ്സ് എന്ന് പറയുന്നത് മറ്റൊരു വേരിയബിൾ. അപ്പോൾ ഈ 3 വേരിയബിളും കൂടെ പരസ്പരം കൂടിച്ചേർന്ന് വരുമ്പോൾ അതിൻ്റെ ഈൽഡ് എന്താണ്? അങ്ങനെയുള്ള ഈൽഡ് പരിഗണിക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിസൈനാണ് ലാറ്റിൻ സ്ക്വയേഴ്സ് ഡിസൈൻ എന്ന് പറയുക. ഇവിടെ നൽകിയിരിക്കുന്ന മെട്രിക്സ് ലാറ്റിൻ സ്ക്വയർ ഡിസൈനിൻ്റെ ഒരു എക്സാമ്പിളാണ്. അതൊരു സ്ക്വയർ ഡിസൈൻ എന്ന് പറയാൻ കാരണം 5 റോയും 5 കോളവുമാണ് അവിടെ ഉള്ളത്. അതായത് റോയ്ക്ക് തുല്യമായിരിക്കും അവിടുത്തെ കോളം എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുക 5 ടൈപ്സ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. അതാണ് ABCDE എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ അതെന്താണ്? അതിൻ്റെ ഫെർട്ടിലിറ്റി ലെവൽ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സീഡ്സ് തന്നിട്ടുണ്ട്. ഇത് 3ഉം ആ വേരിയബിൾസ് ആണ്. അപ്പോൾ അത് പരസ്പരം പൂരകങ്ങളാകുമ്പോൾ ഈൽഡിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ABCDE എന്ന് പറയുന്ന 5 കോളം, ദെൻ അതിന് ഓരോ റോയിലും അത് പരസ്പരം ചേഞ്ച് ചെയ്ത് വരുമ്പോൾ എന്താണ് ഈൽഡ് സംഭവിക്കുക? അതാണ് ABCDE എന്നുള്ളത് ഫസ്റ്റ് റോയിൽ കൊടുത്തു. ദെൻ അടുത്ത നെക്സ്റ്റ് റോയിൽ BCDEA, ദെൻ അടുത്ത റോയിൽ CDEAB, ദെൻ അടുത്ത റോയിൽ DEABC, ദെൻ അടുത്ത റോയിൽ EABCD. അങ്ങനെ റോ വൈസ് നോക്കുമ്പോൾ ഓരോ ലെറ്റേഴ്സ് ചേഞ്ച് ചെയ്ത് വരുന്നു. ഇനി കോളം വൈസ് നോക്കിയാലും നമുക്ക് എന്താണ്? ഇപ്പോൾ ഫസ്റ്റ് കോളം നോക്കിയാൽ ABCDE, അടുത്ത കോളം നോക്കുമ്പോൾ BCDEA, അങ്ങനെ. അപ്പോൾ ഓരോ ലെറ്ററും എന്ത് ചെയ്താണ്? ചേഞ്ച് ചെയ്ത് വരുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഓരോ വേരിയബിളും പരസ്പരം ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ആ ചേഞ്ച് എങ്ങനെ ഈൽഡിനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രൂവ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ 3 വേരിയബിളിനെയും ഇത് പലപ്പോഴും എന്താണ് അഗ്രികൾച്ചറൽ റിസർച്ചിൽ മാത്രം വരുന്ന കാര്യമാണ്. കാരണം അതിൻ്റെ ഈൽഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ 3 വേരിയബിൾസും, ഇപ്പോൾ ഇവിടെ ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്ന ആ ഫെർട്ടിലൈസറിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ നമുക്ക് ഈൽഡ് എന്താണെന്ന് പറയാൻ പലപ്പോഴും പറ്റില്ല. അതിൻ്റെ മണ്ണിൻ്റെ വളക്കൂറ്, അതുപോലെ തന്നെ സീഡ്സിൻ്റെ പ്രാധാന്യം, ആ വിത്തിൻ്റെ ക്വാളിറ്റി, ഇതെല്ലാം എന്താണ്? ഏത് ഫെർട്ടിലൈസർ ഉപയോഗിച്ചാലും ഈൽഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ആ സീഡ്സിൻ്റെ ക്വാളിറ്റിയും മണ്ണിൻ്റെ വളക്കൂറും ഫെർട്ടിലൈസറും കൂടെ, ഫെർട്ടിലൈസറിൻ്റെ ഗുണവും കൂടെ കൂടിച്ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്താണ് ആ ഈൽഡിൻ്റെ ക്വാളിറ്റി നമുക്ക് അസസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിസൈനാണ് ലാറ്റിൻ സ്ക്വയേഴ്സ് ഡിസൈൻ എന്ന് പറയുക. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ അസൈൻഡ് ആയിട്ടുള്ള ലെറ്റേഴ്സിന് പ്രത്യേകമായി വാല്യൂ ഒന്നുമില്ല. ആ ലെറ്റേഴ്സിൻ്റെ കൂടെ നമുക്ക് എന്താണ് ഫിഗേഴ്സും കൂടെ തരും ക്വസ്റ്റ്യനിൽ. Latin squares design is the most frequently used design in agricultural research. The conditions under which agricultural investigations are carried out are different from those in other studies, since nature plays an important role in agriculture. In the case of Latin squares design, for analysis of variance, the variance is split into 4 parts
First one, variance between columns. Second one, variance between rows. Third one, variance between variates or treatments. And fourth one, residual variance. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുക. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുക ലാറ്റിൻ സ്ക്വയർ ഡിസൈനിൻ്റെ അടിസ്ഥാനത്തിൽ വീറ്റിൻ്റെ ഔട്ട്പുട്ട് അഥവാ ഈൽഡ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ എന്താണ് അതിൻ്റെ ലെറ്റേഴ്സ്, അതിന് നമുക്ക് 4 റോസ് തന്നിട്ടുണ്ട്, 4 കോളംസ് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം എന്തായിരിക്കാം, സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡിഫറൻറ്റ് ഫെർട്ടിലൈസർ ഉണ്ടാവാം, ദെൻ അതിൻ്റെ ഫെർട്ടിലിറ്റി ഓഫ് സോയിൽ ഉണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ സീഡ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കോമ്പിനേഷൻ്റെ അടിസ്ഥാനത്തിൽ ആ വീറ്റിൻ്റെ ഈൽഡ് എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ നമുക്ക് മുൻപ് കിട്ടിയ ക്വസ്റ്റ്യനിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു കാര്യവും കൂടി മാത്രം അഡീഷണൽ ആയിട്ട് ചെയ്താൽ മതി. അതാണ് എന്താണ് മീൻ സ്ക്വയർ ബിറ്റ്വീൻ വേരിയേറ്റ്സ് എന്നുള്ളത്, അല്ലെങ്കിൽ മീൻ സ്ക്വയർ ബിറ്റ്വീൻ ട്രീറ്റ്മെൻറ്റ്സ് എന്നുള്ളത്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അപ്പോൾ അതാണ് നമുക്കിവിടെ പുതിയതായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ബാക്കി എല്ലാ കാര്യങ്ങളും ബിറ്റ്വീൻ കോളംസ് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നറിയാം, ബിറ്റ്വീൻ റോസ് നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നറിയാം, MSc എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അറിയാം. അപ്പോൾ ഇവിടെ MSc കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരല്പം വ്യത്യാസവും കൂടെ വരുന്നുണ്ട് താനും. ലാറ്റിൻ സ്ക്വയർ ഡിസൈനിൽ നമ്മൾ പ്രോബ്ലം ചെയ്തു തുടങ്ങുമ്പോൾ അതിൻ്റെ അകത്തെ CB AD തുടങ്ങിയ റോയ്സിലും കോളത്തിലും കൊടുത്തിരിക്കുന്ന ലെറ്റേഴ്സ് അതുപോലെ തന്നെ നിൽക്കുക. അവിടെ അതിനോടനുബന്ധിച്ച് ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് റോയിലാണെങ്കിൽ 25, 23, 20, 20. അപ്പോൾ ആ ഫിഗേഴ്സ് നമ്മൾ ഓർക്കുക. അതോടൊപ്പം നമ്മളിപ്പോൾ ഇവിടെ ലെറ്റേഴ്സ് ഇല്ലാതെ ഈ ഫിഗേഴ്സ് തന്നെയാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് പ്രോബ്ലം, അങ്ങനെയുള്ള പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മളുടെ ഫിഗേഴ്സ് മാത്രമായിട്ട് എടുക്കുക, ലെറ്റേഴ്സ് അതുപോലെ തന്നെ നിലനിർത്തുക. എന്നിട്ട് ഇവിടെ 2 ഡിജിറ്റ്സ് ഫിഗേഴ്സാണ്, അതുകൊണ്ട് നമുക്ക് അല്പോടെ അത് സിംപ്ലിഫൈ ചെയ്യാൻ കോഡിംഗ് മെത്തേഡ് സ്വീകരിക്കുക. അപ്പോൾ ഇവിടെ 20 എല്ലാ ഫിഗേഴ്സിൽ നിന്നും ലെസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ 20 എല്ലാ ഫിഗേഴ്സിൽ നിന്നും ലെസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു മെട്രിക്സാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുക. അപ്പോൾ അത് നമ്മൾ ലെസ് ചെയ്ത് കഴിഞ്ഞ് അത് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ടതുമാണ്. അതിനുശേഷം നമ്മൾ n കണ്ടുപിടിക്കുക. അപ്പോൾ 4 റോയും 4 കോളവുമാണ്, അതുകൊണ്ട് അത് 16 ആണ് n എന്ന് പറയുക. പിന്നെ നമ്മളുടെ പഴയത് നമ്മളുടെ 2-way അനാലിസിസിലൊക്കെ നമ്മൾ ചെയ്തതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ ഒബ്സർവേഷൻസിൻ്റെയും ടോട്ടൽ എടുക്കുക. ദെൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ T²/n എടുക്കുക. ദെൻ അതിനുശേഷം SST കാണുക, SSC കാണുക, SSR കാണുക. ലാറ്റിൻ സ്ക്വയർ ഡിസൈനിൽ പുതിയതായിട്ട് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് SSV ആണ്, അതായത് സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ വേരിയേറ്റ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭാഗം വരുമ്പോഴാണ് നമ്മൾ ആ ലെറ്റേഴ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത്രയുമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഇവിടെ ആ വേരിയേറ്റ്സ് നമുക്ക് റോ വൈസായിട്ട് എഴുതേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ലെറ്റർ A എന്നുള്ളതിൻ്റെ വാല്യൂസ് എല്ലാം അതായത് കോളം വൈസായിട്ട് നമ്മൾ എഴുതുക. B എന്നുള്ളതിൻ്റെ ആ മെട്രിക്സിൽ വരുന്ന ഫിഗേഴ്സ് എല്ലാം റോ വൈസായിട്ട് എഴുതുക. C എന്ന് പറയുന്ന ലെറ്റേഴ്സിൻ്റെ ഫിഗേഴ്സ് എല്ലാം റോ വൈസായിട്ട് എഴുതുക. വെറൈറ്റി D എന്ന് പറയുന്നതിൻ്റെ ലെറ്ററുകളും D എന്ന് പറയുന്ന ലെറ്ററിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫിഗേഴ്സും നമ്മൾ റോ ആയിട്ട് എഴുതുക. ഇപ്പോൾ അവിടെ നമ്മൾ ഇപ്രകാരമാണ് ചെയ്തിരിക്കുക. ഇപ്പോൾ വെറൈറ്റി A അവിടെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ക്രോപ്പ് ഡിഫറെൻറ്റ് പാർട്സ് of the field coded values.
അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്നത് ഇപ്രകാരമാണ്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത മെട്രിക്സിൽ നിന്നും വെറൈറ്റി എ എടുക്കുക. അപ്പോൾ എ എന്ന് പറയുന്ന ലെറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ ഏതാണെന്ന് നോക്കുക ഫസ്റ്റ് കോളത്തിൽ. അത് നമ്മൾ ഫസ്റ്റ് കോളത്തിൽ എഴുതുക. അപ്പോൾ എ എന്ന് പറയുന്ന ലെറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ -1 ആണ്. അപ്പോൾ -1 എഴുതി. ഇനി അടുത്ത കോളം നോക്കുക. എ എന്ന് പറയുന്ന വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കോളത്തിൽ എ എന്ന് പറയുന്ന ലെറ്റർ നോക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വാല്യൂ -6 ആണ്. മൂന്നാമത്തെ കോളത്തിലും എ എന്ന് പറയുന്ന ലെറ്റർ നോക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫിഗർ എ എന്ന് പറയുന്നത് 0 ആണ്. നാലാമത്തെ കോളത്തിലും എ എന്ന് പറയുന്ന ലെറ്റർ നോക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫിഗർ -5 ആണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, ബിയുടെ ഓരോ കോളത്തിലും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫിഗേഴ്സ് എഴുതുക. സിയുടെ ഓരോ കോളത്തിലും കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫിഗേഴ്സ് എഴുതുക. ഓരോ കോളത്തിലും ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫിഗേഴ്സും എഴുതുക. അങ്ങനെ നമ്മൾ എഴുതി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുക, SSV കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ അതിൻ്റെ ടോട്ടൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് റോയുടെ -12, സെക്കൻഡ് വെറൈറ്റി ബിയുടെ 1, വെറൈറ്റി സിയുടെ 6, വെറൈറ്റി ഡിയുടെ -7. അപ്പോൾ അതിനെ x1 x2 എന്നുള്ള അർത്ഥത്തിൽ എടുക്കുക. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ SSV എന്ന് പറയുക σx1² n1 എന്ന് പറയുന്ന എത്ര വേരിയേറ്റ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ എന്താണ് 4 ആണ്. ഓരോന്നിലും 4 ആണ് നമുക്കവിടെ ഉള്ളത് നമ്പർ. ദെൻ പ്ലസ് σx2² n2, ദെൻ x3 x4. അങ്ങനെ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത t² ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, SSV കിട്ടും. അപ്പോൾ ഇനി നമ്മളെ സംബന്ധിച്ച് SSVയും കൂടെ ഇവിടെ ഉള്ളത് കൊണ്ട് SSC കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് SSC ഈസ് ഈക്വൽ ടു SST മൈനസ് SSC മൈനസ് SSR മൈനസ് SSV എന്നുള്ള അടിസ്ഥാനത്തിലാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ MSC കാണുക, MSR കാണുക, പിന്നെ ഇവിടെ പുതിയതായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, MSV കാണണം. അപ്പോൾ MSV എന്ന് പറയുന്നത് SSV സം ഓഫ് സ്ക്വയേഴ്സ് ബിറ്റ്വീൻ വേരിയേറ്റ്സ് ഡിവൈഡഡ് ബൈ V മൈനസ് 1 എന്നുള്ളതാണ്. V എന്ന് പറയുന്ന അവിടുത്തെ എത്ര വേരിയേറ്റ്സ് ഉണ്ടോ അത് -1. അപ്പോൾ അവിടെ 4 ആണ് വേരിയേറ്റ്സ് ഉള്ളത്, അതിൽ നിന്ന് 1 കുറയ്ക്കുക, അതാണ് ഉദ്ദേശിക്കുക. അങ്ങനെ MSVയും കിട്ടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, MSC കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ അതിനുശേഷം നമ്മളുടെ ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുന്നു. എഫ് റേഷ്യോ ബിറ്റ്വീൻ കോളംസ്, അത് നേരത്തെ നമ്മൾ 2 വേയിൽ ചെയ്തതുപോലെ തന്നെ MSC ഡിവൈഡഡ് ബൈ MSC എടുക്കുക. ദെൻ എഫ് റേഷ്യോ ബിറ്റ്വീൻ റോസ്, MSR ബിറ്റ്വീൻ MSC എടുക്കുക. ദെൻ ഇവിടെ പുതിയതായിട്ട് നമ്മുടെ ലാറ്റിൻ സ്ക്വയർ ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട് പുതിയതായിട്ട് വരുന്നതാണ് എഫ് റേഷ്യോ ബിറ്റ്വീൻ വേരിയേറ്റ്സ് or treatments, that is MSV divided by MSE. അപ്പോൾ ഈ രീതിയിൽ അതിൻ്റെ റേഷ്യോസ് കാൽക്കുലേറ്റ് ചെയ്യുക, അതിൻ്റെ ടേബിൾ വാല്യൂ പരിഗണിക്കുക. ലാറ്റിൻ സ്ക്വയർ ഡിസൈനിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം നമുക്ക് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുക n-1, n-1 ഇൻറ്റു n-2 എന്നാണ്. അപ്പോൾ ഇവിടെ n എന്ന് പറയുന്നത് റോയുടെ നമ്പറാകാം, കോളത്തിൻ്റെ നമ്പറാകാം, വേരിയേറ്റ്സിൻ്റെ നമ്പറാകാം. ഇവിടെ അതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് തന്നെ എന്ന് പറഞ്ഞാൽ നമ്പർ 4 ആണ്. അപ്പോൾ n ഈസ് ഈക്വൽ ടു 4. ആയതിനാൽ n-1 എന്ന് പറയുന്നത് 4 - 1 ഈസ് ഈക്വൽ ടു 3. അപ്പോൾ 3, ഇനി അടുത്തത് എന്ന് പറയുന്നത് n-1 ഇൻറ്റു n-2 എന്നാണ്. അപ്പോൾ നമുക്ക് വരിക 4 - 1 ദാറ്റ് ഈസ് 3 ഇൻറ്റു 4 - 2 that is 2. അപ്പോൾ 3 × 2 ഈസ് ഈക്വൽ ടു 6. അപ്പോൾ നമ്മളുടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3,6 എന്നുള്ളതാണ്. അപ്പോൾ 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിൽ 3,6 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ നമ്മൾ എഫിൻ്റെ ടേബിൾ വാല്യൂ കാണുക. എന്നിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത FC
FR, FV എന്നിവയുമായിട്ട് കമ്പയർ ചെയ്ത് അതിൻ്റെ കൺക്ലൂഷനിൽ എത്തിച്ചേരുക. ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് നിങ്ങളുടെ ടെക്സ്റ്റിലെ ലാറ്റിൻ സ്ക്വയർ ഡിസൈൻ എന്നുള്ള പേജുകളിലെ T17, 18, 19 ആൻഡ് 20. അപ്പോൾ അതിൻ്റെ തിയറി ഒന്ന് വായിക്കുക. അതുപോലെ തന്നെ അവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ലാറ്റിൻ സ്ക്വയർ ഡിസൈനിൻ്റെ എക്സസൈസ് നമ്പർ 1 എന്ന ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്രോബ്ലവും പൂർത്തീകരിച്ച് അത് അസൈൻമെൻ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇത് സിലബസിൽ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും അതിൻ്റെ തിയറി ചോദിക്കാം. നമ്മളത് പഠിച്ചിരിക്കുക, പ്രോബ്ലം നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇവിടെ പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ പാർട്ടല്ല നമ്മൾ എന്താണ് 2-വേ അനാലിസിസ് ഓഫ് വേരിയൻസ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യുക. അഡീഷണലായിട്ട് വരുന്ന കാര്യം മാത്രം എന്തേ ഉള്ളൂ, MSVയുടെ കാൽക്കുലേഷനേ ഉള്ളൂ. അതിനുവേണ്ടി SSV കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.